ഈ അനുഗ്രഹിക്കപ്പെട്ട സമയം പതിവ് പോലെ ദൈവസന്നിധിയിൽ ദൈവവചന പഠനത്തിനായി കൂടി വരുവാൻ ദൈവം നമുക്ക് ഭൂമിയിൽ സാവകാശം നൽകിയല്ലോ. നമ്മുടെ ആയുസ്സിനെ ദീർഘമാക്കി, ആരോഗ്യം നൽകി, മറ്റ് സാഹചര്യങ്ങളൊക്കെ ദൈവം നമുക്ക് അനുകൂലമാക്കി തന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ പക്കൽ ഒത്തിരി സമയം ഉണ്ടായിട്ടല്ല ഇങ്ങനെ നാം ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്നത്. സ്തോത്രം. ദൈവം നമുക്കതിന് വലിയ മനസ്സും സന്തോഷവും ഒക്കെ തരുന്നതോർത്ത് സ്തോത്രം ചെയ്യുകയാണ്. പിന്നെയും ദൈവം നമ്മെ ധാരാളം ആ വിഷയങ്ങളിലൊക്കെ അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. നമുക്ക് ദൈവവചനത്തിലേക്ക് പ്രാർത്ഥനയോടെ ശ്രദ്ധ തിരിക്കാം. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നത്, പഠിച്ചുകൊണ്ടിരുന്നത് വെളിപ്പാട് പുസ്തകം 11-ാമത്തെ അധ്യായമാണല്ലോ. നാം അതിനെ കണ്ടത് 6ഉം 7ഉം കാഹളനാദങ്ങൾക്ക് ഇടയിലുള്ള ഒരു സംഭവം എന്നാണ്. ഒന്നും കൂടെ ഞാൻ ആവർത്തിച്ചു പറയുന്നു, 6ാമത്തെയും 7ാമത്തെയും കാഹളനാദങ്ങൾക്കിടയിൽ സംഭവിക്കുന്നതല്ല ഈ കാര്യങ്ങൾ. 10-ാം അധ്യായത്തിന്റെ 1 മുതൽ 11-ാം അധ്യായത്തിന്റെ 13 വരെയുള്ള വിഷയങ്ങൾ നമ്മൾ കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നത് എപ്പോഴല്ല, 6ാമത്തെയും 7ാമത്തെയും കാഹളങ്ങൾ ഊതുന്നതിനിടയിലുള്ള ഒരു സമയത്തല്ല. കാരണം നമ്മൾ 11-ാമത്തെ അധ്യായത്തിൽ തന്നെ കണ്ടു, 2 സാക്ഷികളുടെ ശുശ്രൂഷ കാല ദൈർഘ്യം എന്ന് പറയുന്നത് 3.5 വർഷമാണെന്ന്. 1260 ദിവസമാണ് അവർ പ്രവചിക്കുന്നതെന്ന്. അപ്പോൾ ആ 1260 ദിവസങ്ങൾ എന്ന് പറയുന്നത് ഈ 2 കാഹളനാദങ്ങൾക്കിടയിലുള്ള ഒരു സമയമല്ല. മനസ്സിലാക്കാൻ നമുക്ക് എളുപ്പമാണല്ലോ, പ്രയാസമില്ലെന്ന് കരുതുന്നു. എന്നാൽ യോഹന്നാൻ അത് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ 2 കാഹളനാദങ്ങൾക്ക് ഇടയിലാണെന്ന് മാത്രമേ ഉള്ളൂ. സ്തോത്രം. അങ്ങനെ നാം 11-ാമത്തെ അധ്യായത്തിന്റെ 6 മുതൽക്കുള്ള 7 മുതൽക്കുള്ള വാക്യങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചത്. ഇന്നലെ നാം നോക്കിക്കൊണ്ടിരുന്നത് ആ കാര്യങ്ങളാണല്ലോ. അവിടെ നാം കണ്ടു, ഈ 2 സാക്ഷികൾ അവരാരുമാകട്ടെ, ഈ 2 സാക്ഷികൾ, അതിനിടയിൽ ഒരു കാര്യവും കൂടെ ഞാൻ പറയാം. നമ്മള് സഭയും മഹോപദ്രവവും എന്ന വിഷയം പഠിച്ചപ്പോൾ 3 അഭിപ്രായങ്ങൾ കണ്ടു. മഹാപീഡനത്തിന് മുമ്പ് യേശുക്രിസ്തു വരുമെന്നും മഹാപീഡനത്തിന് ശേഷമാണ് യേശുക്രിസ്തു വരുന്നതെന്നും പ്രധാനമായുമുള്ള 2 വാദങ്ങൾ. പ്രീ ട്രിബുലേഷൻ കമ്മിങ് ഓഫ് ജീസസ് ആൻഡ് പോസ്റ്റ് ട്രിബുലേഷൻ കമ്മിങ് ഓഫ് ജീസസ്. എന്നാൽ ഇതിന് രണ്ടിനും മധ്യത്തിൽ മറ്റൊരു കൂട്ടരുണ്ട്, മിഡ് ട്രിബുലേഷൻ തിയറിക്കാര്. മഹാപീഡനത്തിന്റെ മധ്യകാലത്ത് വരും എന്ന് വിശ്വസിക്കുന്നവർ. അതായത് ആദ്യത്തെ 3.5 കൊല്ലം ഒത്തിരി പ്രയാസമൊന്നും ഇല്ലാത്ത മൈൽഡായിട്ടുള്ള ചെറുതായിട്ടുള്ള പീഡന കാലത്ത് സഭ ഭൂമിയിൽ ഉണ്ടായിരിക്കുമെന്നും, എന്നാൽ തീവ്രമായ പീഡകൾ തുടങ്ങുന്ന 2ാം പകുതി തുടങ്ങുന്നതിന് മുമ്പേ കർത്താവ് സഭയെ മധ്യാകാശത്തിലേക്ക് അല്ലെ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളുമെന്നും വിശ്വസിക്കുന്നവരാണ് ഈ മിഡ് ട്രിബുലേഷൻകാർ. ചിലര് പറയുന്നത് ഈ 2 കൂട്ടരെ പണക്കണ്ടെന്ന് വിചാരിച്ച, മഹാപീഡനത്തിന് മുമ്പ് യേശു വരുമെന്നും അല്ല മഹാപീഡനം കഴിഞ്ഞേ വരൂ എന്നും പറയുന്ന 2 കൂട്ടരുടെയും കൂടെ
നടുക്ക് നിൽക്കാമെന്ന് കരുതി അങ്ങനെ പോകുന്ന ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ മിഡ് ട്രിബുലേഷൻ വാദഗതിക്കാർ, മഹാപീഡനത്തിന്റെ മധ്യത്തിൽ സഭ എടുക്കപ്പെടും, യേശുക്രിസ്തു സഭയ്ക്ക് വേണ്ടി വരും, സഭയെ തൻ്റെ അടുക്കലേക്ക് ചേർത്തുകൊള്ളും എന്ന് വിശ്വസിക്കുന്നവർ, അങ്ങനെ വിശ്വസിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് ഈ 11-ാം അധ്യായം. അതാണ് നാം ഇന്നലെ ഏറ്റവും ഒടുവിലായിട്ട് ചിന്തിച്ചത്. അതായത് 1260 ദിവസങ്ങൾ ഈ രണ്ട് സാക്ഷികൾ ശുശ്രൂഷ തികയ്ക്കും. അവരുടെ പ്രവചന ശുശ്രൂഷ അവർ തികയ്ക്കും. അവരുടെ ശുശ്രൂഷ തികച്ച ശേഷം ആഴത്തിൽ നിന്നും കയറി വരുന്ന മൃഗം അവരെ കൊന്നുകളയും. അവരുടെ ശവം 3.5 ദിവസം യെരുശലേമിന്റെ തുറസായ തെരുവീഥിയിൽ കിടക്കും. നമ്മൾ ഇന്നലെ കണ്ടതുപോലെ മാസ് മീഡിയ പ്രസന്റേഷനിലൂടെ, വലിയ മാധ്യമ, ഇന്നത്തെ ആധുനികമായ സമൂഹ മാധ്യമ കാര്യാദികളിലൂടെ ലൈവായിട്ട് ഇവരെ കൊല്ലുന്നതും ഇവർ മരിക്കുന്നതും ഇവർ യെരുശലേമിൽ മരിച്ചു കിടക്കുന്നതും ശവം ഉപേക്ഷിക്കപ്പെടുന്നതും എല്ലാം ലോകത്തുള്ള സകല മനുഷ്യരും കാണും. ലൈവായിട്ടായിരിക്കും കാര്യങ്ങളൊക്കെ. ഇന്ന് മിക്കപ്പോഴും ഒക്കെ പല അപകടങ്ങളും ഇനി പത്രക്കാർ പോയി നിന്ന് വീഡിയോ പിടിക്കാതെ തന്നെ CCTV ക്യാമറകളിലും ഒക്കെ പതിഞ്ഞ് നമുക്ക് ലൈവായിട്ട് കിട്ടാറുണ്ട്. പല അപകടങ്ങളെക്കുറിച്ചും മോഷണങ്ങളെക്കുറിച്ചും കൊലപാതകങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള വീഡിയോസ് അതുകൊണ്ട് ലൈവായിട്ട് ലഭിക്കാറുണ്ട്. ആരുടെയെങ്കിലുമൊക്കെ ക്യാമറയിൽ അത് പതിയും. എന്നാൽ ഇവിടെ അങ്ങനെ ആരുടെയെങ്കിലും ക്യാമറയിൽ പതിയുക മാത്രമല്ല, ഇതൊക്കെ പ്രക്ഷേപണം ചെയ്യുവാൻ വേണ്ടി തന്നെ ചില മാസ് മീഡിയക്കാർ ആ കാലത്തുണ്ടായിരിക്കും. അപ്പം ഇതെല്ലാം ലൈവായിട്ട് അവർ കണ്ടുകൊണ്ടിരിക്കും. ഏറ്റവും ഒടുവിൽ ഇങ്ങനെ മരിച്ചു കിടക്കുന്ന 3.5 ദിവസമായിട്ട് യെരുശലേമിന്റെ തെരുവീഥിയിൽ മരിച്ച് അടക്കാൻ ആരുമില്ലാതെ ഉപേക്ഷിക്കപ്പെട്ടവരായി കിടക്കുന്ന ഇവരുടെ ശവശരീരം ഇങ്ങനെ ലക്ഷക്കണക്കിന് ആൾക്കാർ ലൈവായി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ ഉയർത്തെഴുന്നേൽക്കുന്നു, സ്വർഗത്തിൽ നിന്ന് അവരെ വിളിക്കുന്നു, അവർ സ്വർഗത്തിലേക്ക് പോകുന്നു. ഇതുമെല്ലാം നൊടിയിടയിൽ സംഭവിക്കുന്നത്. ഈ രണ്ട് സാക്ഷികളുടെ 3.5 ദിവസത്തെ മരണശേഷം ഉള്ള ഉയർത്തെഴുന്നേൽപ്പും പൊടുന്നനെയുള്ള സ്വർഗത്തിലേക്ക് പോകുന്ന കാര്യവും സഭയുടെ ഉൽപ്രാവണവുമായിട്ടാണ് ഇവർ ബന്ധപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ സഭയ്ക്കായിട്ടുള്ള മധ്യാകാശ വരവ്, വീണ്ടും മധ്യാകാശം എന്നതിൻ്റെ പ്രയോഗത്തെക്കുറിച്ച് ആവർത്തിക്കണ്ടല്ലോ. മധ്യാകാശമെന്ന പ്രയോഗം ബൈബിളിൽ കാണുന്നില്ല. എന്നാൽ ആകാശത്തിൽ, മേഘങ്ങളിൽ എന്ന പ്രയോഗം നമുക്കുണ്ട്. അപ്പം യേശുക്രിസ്തു സഭയെ ചേർക്കുവാൻ മേഘങ്ങളിൽ അല്ലെങ്കിൽ ആകാശത്തിൽ വരുന്നത് ഈ പ്രത്യേക സമയത്ത്, അതായത് മഹാപീഡനത്തിൻ്റെ പകുതി കാലം കഴിഞ്ഞ ശേഷമായിരിക്കും. സഭയുടെ ഉൽപ്രാവണത്തിൻ്റെ പ്രതീകങ്ങളാണ്, പ്രതിനിധികളാണ് ഈ രണ്ട് സാക്ഷികൾ എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടരുണ്ട്. അവരാണ് പൊതുവെ സഭ മഹാപീഡനത്തിൻ്റെ ആദ്യ പകുതിയിൽ ഉണ്ടായിരിക്കും, രണ്ടാം പകുതിക്ക് മുൻപ് എടുക്കപ്പെടും എന്ന് വാദിക്കുന്നവർ. So many people
or a particular sect of Christians or Bible teachers, they believe that these two witnesses in chapter 11 of Revelation are representational. They think they represent the church, and therefore their murder or their martyrdom and then their resurrection and their ascension, they believe are representational to the rapture of the church. And that's why they argue for a mid-tribulation coming of Jesus. Mid-tribulation coming of Jesus. പക്ഷേ ഈ രണ്ട് സാക്ഷികളെ വളരെ വ്യക്തിപരമായിട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. വളരെ വ്യക്തിപരമായി. അങ്ങനെ തികച്ചും വ്യക്തിപരമായി ഈ രണ്ടുപേരെ ഇവിടെ പറയുന്നത് കൊണ്ട് അവർ ഒരിക്കലും ഏതെങ്കിലും ഒരു സമൂഹത്തിൻ്റെ പ്രതീകമായിട്ട് പ്രതിനിധികളായിട്ട് നിൽക്കുന്നവരല്ല. They are actually, or they are two real persons, not some representations, because they are very much specifically spoken of. വളരെ വ്യക്തതയോടെ അവരെക്കുറിച്ച് പറയുന്നു. വളരെ വ്യക്തതയോടെ അവരെക്കുറിച്ച് പറയുന്നു. അതുകൊണ്ട് വ്യക്തിപരമായിട്ട് തന്നെയാണ് അവരെക്കുറിച്ച് നാം കാണുന്നത്. അതാണ് നാം ഇന്നലെ കണ്ടത്. അവരെക്കുറിച്ച് പറയുന്ന നൗൺസ് മാസ്കുലർ നൗൺ ജെൻഡറിലാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന്. സ്തോത്രം. അപ്പോൾ അവരെ രണ്ടുപേരെ കുറിച്ച് പ്രധാനമായിട്ടും ഗ്രീക്കിൽ നമുക്ക് പുല്ലിംഗത്തിൽ തന്നെയാണ് അവരെക്കുറിച്ച് പറയുന്നത്. നമ്മുടെ ഭാഷയിൽ അവർ അല്ലെങ്കിൽ ദേ എന്നൊക്കെയാണ് നാം കാണുന്നതെങ്കിലും ഗ്രീക്കിൽ നാം തികച്ചും പുല്ലിംഗ രൂപത്തിൽ തന്നെയാണ് അവരെ സംബോധന ചെയ്ത് നാം കാണുന്നത്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഇവർ ഏതെങ്കിലും പ്രത്യേക എന്താണ് പറയുന്നത് സമൂഹത്തിൻ്റെ പ്രതിനിധികളായിട്ടല്ല, റിയൽ വ്യക്തികളായിട്ടാണ് അവരവിടെ നിൽക്കുന്നത്. സ്തോത്രം. ദേ, ദീസ്, ദം എന്നൊക്കെ നാം കാണുന്നുണ്ട്. സ്തോത്രം. അവർ. ഇതാണ് സഭാ മഹാപീഡനത്തിൻ്റെ മധ്യകാലത്ത് ക്രിസ്തു വരികയും എടുക്കപ്പെടുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം, അല്ലെങ്കിൽ അവരുന്നയിക്കുന്ന ഒരു വാദം. പക്ഷേ ആ വാദം ഇവിടെ പ്രസക്തമല്ല. കാരണം ഇവർ രണ്ട് ആക്ച്വൽ വ്യക്തികളാണ്, ശരിയായിട്ടുള്ള വ്യക്തികളാണ്, അതല്ലാതെ ആരുടെയും പ്രതിനിധികൾ അല്ല. സ്തോത്രം. നാം അതായിരുന്നു ഇന്നലെ കണ്ടുകൊണ്ടിരുന്നത്. അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ 11:12 ഇവിടെ കയറി വരുവിൻ എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നത് കേട്ടു. അവർ മേഘത്തിൽ സ്വർഗത്തിലേക്ക് കയറി. അവരുടെ ശത്രുക്കൾ അവരെ നോക്കിക്കൊണ്ടിരുന്നു. സ്തോത്രം. ഇപ്പം ഇവിടെ കയറി വരുവീൻ, നമ്മൾ പാട്ടും പാടാറുണ്ട്. ഇവിടെ കയറി വരുവിൻ എന്ന ദൈവശബ്ദം കേൾപ്പതിനു വേണ്ടി ഉണർന്നു നീ ഒരുങ്ങിടുന്നുവോ? അപ്പോൾ ഇവർ ഉയർത്തെഴുന്നേൽക്കുന്നു പെട്ടെന്ന്. ഇവിടെ കയറി വരുവീൻ എന്ന ഒരു ശബ്ദം സ്വർഗത്തിൽ നിന്നുണ്ടാവുന്നു. ഇവർ പെട്ടെന്ന് തന്നെ സ്വർഗത്തിലേക്ക്, ദൈവസന്നിധിയിലേക്ക് കയറിപ്പോകുന്നതും നാം കാണുന്നു. അവർ മേഘത്തിൽ സ്വർഗത്തിലേക്ക് കയറി. ഈ വാക്യമാണ്, അല്ലെങ്കിൽ ഈ ഒരു സംഭവമാണ് പ്രധാനമായും മിഡ് ട്രിബുലേഷൻ ചിന്താഗതിക്കാർ എടുക്കുന്നത്.
അതിന് കാരണവും പറഞ്ഞു. ഇവരെ, ഈ രണ്ട് സാക്ഷികളെ, അവർ സഭയുടെ പ്രതിനിധികൾ എന്ന നിലയിലാണ് കാണുന്നത്. എന്നാൽ ആ പ്രതിനിധിവാദം ഇവിടെ നിലനിൽക്കുന്നില്ല. കാരണം ഇവരെ രണ്ടുപേരെയും യഥാർത്ഥമായ രണ്ട് വ്യക്തികളായിട്ട് തന്നെ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ഇന്നലെ നമ്മൾ ചിന്തിച്ച ഇതുവരെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ സ്വാഗതം ചെയ്യുന്നു ചോദ്യങ്ങളെ. ഇവർ ഉയർത്തെഴുന്നേൽക്കുന്നതൊക്കെ അന്നത്തെ സോഷ്യൽ മീഡിയയിൽ നേരിട്ട് കാണുന്ന കുറെ പേരൊന്ന് മാനസാന്തരപ്പെടുമായിരിക്കും അല്ലേ? നേരിട്ട് കാണുമ്പോ അതാണ് 13-ാമത്തെ വാക്യം. മമതന്നെ വായിച്ചു. ആ നാഴികയിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. നഗരത്തിൽ 10-1 ഇടിഞ്ഞു വീണു. ഭൂകമ്പത്തിൽ 7000 പേർ മരിച്ചുപോയി. ശേഷിച്ചവർ ഭയപരവശരായി സ്വർഗത്തിലെ ദൈവത്തിന് മഹത്വം കൊടുത്തു. സ്തോത്രം. ഇവിടെ അവർ മാനസാന്തരപ്പെടുന്നുണ്ടോ, രക്ഷാകരമായ മാനസാന്തരമാണോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ഇവിടെ നടക്കുന്ന അത്ഭുതങ്ങൾ നിമിത്തം ഒരു വലിയ സമൂഹം ദൈവത്തിന് മഹത്വം കൊടുക്കുന്നുണ്ട് എന്ന് നാം കാണുന്നു. അപ്പം ഈ അത്ഭുതങ്ങൾ, ഈ രണ്ട് സാക്ഷികളുടെ ശുശ്രൂഷ, അവരുടെ മരണം, അവരുടെ ഉയർപ്പ്, അവരുടെ സ്വർഗാരോഹണം ഒക്കെ ദൈവപ്രവൃത്തിയായിട്ട് ജനം കാണുന്നുണ്ട്. എല്ലാവരുമില്ല, കുറെ പേർ. അവർ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു എന്ന് നാം കാണുന്നു. പക്ഷേ അത് വ്യക്തമല്ല മാനസാന്തരത്തിലേക്കും കൂടി അവരെ നയിച്ചിട്ടുണ്ടോ എന്ന്. ഒരു പക്ഷേ സാധ്യത ഉണ്ടെന്ന് നമുക്ക് അനുമാനിക്കാം. കാരണം ഇന്നും ഉണ്ടല്ലോ ഒത്തിരി പേര് മാനസാന്തരപ്പെടാതെ തന്നെ ദൈവപ്രവൃത്തിയെ കണ്ട് സ്തോത്രമൊന്നും മഹത്വമൊന്നും ഒക്കെ പറയുന്നവർ. അങ്ങനെ ഒരു കൂട്ടരുണ്ട്. അത്ഭുതങ്ങളൊക്കെ കാണും, ദൈവത്തിന് മഹത്വവും കൊടുക്കും, വേണമെങ്കിൽ അവർ നടന്ന് സാക്ഷ്യവും പറയും, പക്ഷേ മാനസാന്തരപ്പെടത്തില്ല. അതാണ് നമ്മൾ കുറച്ച് ദിവസത്തിന് മുമ്പ് പറഞ്ഞത്. ഒരു അത്ഭുതം നടന്നു എന്നതുകൊണ്ട് മാനസാന്തരം ഉണ്ടാകണം എന്നില്ല. മിസ്രൈമിലെ കാര്യമൊക്കെ നമ്മളെടുത്ത് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന അത്ഭുതങ്ങൾ നമ്മെ മാനസാന്തരത്തിലേക്ക് നടത്തണം. മറ്റുള്ളവരുടെ ജീവിതത്തിലായാലും കാണുന്ന അത്ഭുതങ്ങൾ, സംഭവിക്കുന്ന അത്ഭുതങ്ങൾ, അതും മാനസാന്തരത്തിലേക്ക് ജനത്തെ നയിക്കണം. അതുകൊണ്ടും കൂടെയാണ് നമ്മൾ അത്ഭുതത്തിന് അമിത പ്രാധാന്യം നൽകാത്തത്. ദൈവം ഇന്നും അത്ഭുതങ്ങളെ ചെയ്യും, ദൈവത്തിന് കഴിയും എന്ന് വിശ്വസിക്കുന്നു. ദൈവമേ അത്ഭുതം ചെയ്യണമേ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. പക്ഷേ അത്ഭുതമൊന്നും പറഞ്ഞ് നമ്മൾ അതിൻ്റെ പുറകെ പോകുന്നില്ല. കാരണം അതുകൊണ്ട് ഒരുവൻ രക്ഷിക്കപ്പെടണമെന്നില്ല. അവൻ ദൈവത്തെ പാടും, അവൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും, അവൻ ദൈവത്തിന് വേണമെങ്കിൽ സാമ്പത്തിക നന്മകളൊക്കെ കൊടുക്കും, ഒക്കെ ശരിയാ. കേരളത്തിൽ തന്നെ ചിലരെ കുറിച്ചറിയാം. ചില പ്രത്യേക സഭകളുടെ യോഗങ്ങളിൽ ചില രാഷ്ട്രീയ നേതാക്കൾ തന്നെ പോയി നിന്ന് അവിടുത്തെ ശുശ്രൂഷകനെയും അവിടുത്തെ സഭയെയും ഒക്കെ ഉയർത്തിപ്പറയും. 100 ശതമാനം 100% 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 100
ദൈവം അവരുടെ ജീവിതത്തിൽ ഇന്ന അത്ഭുതങ്ങൾ ചെയ്തു എന്നൊക്കെ പറയും. പക്ഷേ ഒരു തരി മാനസാന്തരം ഉണ്ടായിട്ടില്ല. ഒരു തരി. അങ്ങനെ ധാരാളം പേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇവർ ദൈവത്തെ മഹത്വപ്പെടുത്തി എന്ന് നമ്മൾ കാണുന്നെങ്കിലും രക്ഷാകരമായ മാനസാന്തരത്തിന് അവർ വിധേയപ്പെട്ടോ എന്നുള്ളത് നിശ്ചയമില്ല. അല്ല, ഇന്നത്തെ പോലുള്ള മാനസാന്തരമൊന്നും അല്ലല്ലോ അന്നത്തെ. വേറെ വിധത്തിൽ ആണല്ലോ നമ്മൾ ഇന്നത്തെ നമ്മൾ ഈ പറയുന്ന മാനസാന്തരം ഒന്നും അന്ന് ഇല്ലല്ലോ. എന്തായാലും ദൈവത്തെ മഹത്വപ്പെടുത്തി. അത് രക്ഷയ്ക്ക് കാരണമാകുമോ എന്ന് വേറെ വിഷയം. മാനസാന്തരം അന്നാണ് ഇന്നത്തേക്കാൾ പ്രകടമാകുന്നത്. കാരണം നമ്മൾ 9-ാമത്തെ അധ്യായത്തിൽ കണ്ടിരുന്നു, 9-ന്റെ 10ഉം 11ഉം വാക്യങ്ങളിൽ അവരുടെ മാനസാന്തരം നമ്മുടേതിനേക്കാൾ പ്രകടമാണ്. ഒന്നും കൂടെ വായിച്ചോളൂ. 9-ന്റെ 10, 11. They have tails and stings like scorpions, and their power to hurt people for 5 months is in their tails. They have as king over them the angel of the God. Sorry, 20 and 21, not 10 and 11, 20, 21, last 2 verses. The rest of mankind who were not killed by these plagues did not repent of the works of their hands, nor give up worshipping demons and idols of gold and silver and bronze and stone and wood, which cannot see or hear or walk, nor did they repent of their murders or their sorceries or their sexual immorality or their thefts. കണ്ടോ, അന്ന് മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ ഈ വിധ കാര്യങ്ങൾ ഉപേക്ഷിക്കുക. നമ്മൾ അന്ന് പഠിച്ചതായതുകൊണ്ട് വിശദീകരിക്കുന്നില്ല എന്ന് മാത്രം. ഇനിയും മറ്റൊരു കാര്യം, എതിർ ക്രിസ്തുവിനെ ആരാധിച്ച് അവനെ ദൈവമായി കണ്ടുകൊണ്ട് അവനും അവന്റെ പിതാവായ സാത്താനും മഹത്വം കൊടുത്തുകൊണ്ട് അവരെ അനുസരിച്ച് അവർക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്ന അനുഭവത്തെ വിട്ടുതിരിയുകയാണ് അന്നത്തെ യഥാർത്ഥ മാനസാന്തരം. ഇന്നും മാനസാന്തരം എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് പോലെ കയ്യെന്ന് പൊക്കുന്നതും ഡിസിഷൻ കാർഡ് പൂരിപ്പിച്ച് കൊടുക്കുന്നതും ഒന്നും അല്ലല്ലോ. യഥാർത്ഥത്തിൽ വേദപുസ്തകം പറയുന്ന മാനസാന്തരം. ഇനി നമ്മൾ ദൈവത്തെ എത്ര മഹത്വപ്പെടുത്തി എന്ന് പറഞ്ഞാലും അത് രക്ഷയ്ക്ക് കാരണമല്ല. നമ്മുടെ ഇടയിലുമുള്ള വല്ലാത്ത ഒരു ചിന്താഗതിയാണ്. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒത്തിരി പേര് പറയും, പെന്തക്കോസ്തുകാർ തോറ്റു. പെന്തക്കോസ്തുകാരെക്കാൾ ഭക്തരായിട്ടാണ് അവർ ജീവിക്കുന്നത്. എൻ്റെ പെങ്ങള് തന്നെ, എൻ്റെ മൂത്ത പെങ്ങള്, ഞങ്ങൾ മർത്തോമക്കാരായിരുന്നു. പക്ഷേ എൻ്റെ 2 പെങ്ങന്മാരെ കല്യാണം കഴിപ്പിച്ചത് ഓർത്തഡോക്സിലാണ്. അതിൽ മൂത്ത പെങ്ങളെ കല്യാണം കഴിച്ചത് ഓർത്തഡോക്സിലെ ഒരു പട്ടക്കാരനാണ്. അമ്മാമ്മ മർത്തോമക്കാരിയായിട്ട് ജീവിച്ചതിനേക്കാൾ ഒത്തിരി വർഷങ്ങൾ ഓർത്തഡോക്സിലെ അച്ഛൻ്റെ ഭാര്യയായിട്ടാണ് ജീവിച്ചത്. അതുകൊണ്ട് മർത്തോമയിലെ കാര്യമൊക്കെ പോയി. അങ്ങനെയൊക്കെ ആണെങ്കിലും കല്ലറയിൽ പോവുകയും അറിയാമല്ലോ, ഓർത്തഡോക്സുകാരുടെ ആ കാര്യങ്ങളെല്ലാം ചെയ്യുമെങ്കിലും രാവിലെയും വൈകിട്ടും കൃത്യമായി പാട്ടുപാടി പ്രാർത്ഥിച്ച് ഒക്കെ ആ കാര്യങ്ങൾ പോകുന്നത്. പല പെന്തക്കോസ്ത് പാസ്റ്റേഴ്സിൻ്റെ വീട്ടിൽ പോലും ഇല്ലാത്ത തരത്തിലുള്ള ആ ഭക്തിയുടെ കാര്യങ്ങൾ
ഓർത്തഡോക്സുകാരായ എൻ്റെ സഹോദരങ്ങളുടെ വീടുകളിലുണ്ട്. അപ്പൊ നമ്മളൊക്കെ പറയും അവര് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരാ. നമ്മുടെ ഇടയിലും അങ്ങനത്തെ ഒരു ചിന്താഗതി ഉള്ളത് കൊണ്ടാണ് ഈ 6 ദിവസം തോന്നിയതുപോലെ ജീവിച്ചിട്ട് ഏഴാം ദിവസം എന്നതുകൊണ്ട് ആഴ്ചയിലെ ദിവസങ്ങളുടെ എണ്ണമല്ല, ആഴ്ചയിലെ ആരാധനാ ദിവസം എന്നൊരു കണക്കാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. 6 ദിവസവും തോന്നിയ പോലെ ജീവിച്ചിട്ട് 7-ാമത്തെ ദിവസം വന്ന് കയ്യൊക്കെ പൊക്കി വൈബ്രേഷനൊക്കെ ഇട്ട് പാട്ടൊക്കെ പാടി കൈയൊക്കെ അടിച്ച് ചിലപ്പോൾ മുട്ടയിൽ നിന്ന് കൈ ഉയർത്തി 1.5 മണിക്കൂറത്തെ ഒരു പെർഫോമൻസ്. എന്താ ആൾക്കാർ കരുതുന്നത്? ഇങ്ങനെ ദൈവത്തെ ആരാധിക്കുന്നത് കൊണ്ട് അങ്ങ് സ്വർഗത്തിൽ പോകാമെന്ന? അല്ല, അത് നമ്മുടെ ഇടയിലും എങ്ങനെയോ അലിഖിതമായി അൺറിട്ടൺ ആയിട്ട് കടന്നുകൂടിയിട്ടുള്ള ഒരു മിസ്കൺസെപ്ഷനാണ്, ഒരു തെറ്റിദ്ധാരണയാണ്. സ്തോത്രം. അതുകൊണ്ടാണ് ശമൂവേൽ പ്രവാചകൻ പറഞ്ഞത്, വാട്ട് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ഈസ് നോട്ട് വർഷിപ്പ് ബട്ട് ഒബീഡിയൻസ്. ആരാധനയേക്കാൾ പ്രാധാന്യമുള്ളത് അനുസരണത്തിനാണ്. ശമൂവേൽ പ്രവാചകൻ ശൗലിനോട് പറഞ്ഞ കാര്യം നമുക്കറിയാവുന്ന കാര്യമാണ്. 1 ശമൂവേൽ 15. അപ്പോൾ ഇവിടെയും എതിർ ക്രിസ്തുവിന്റെ ആരാധകരായി ഈ 2 സാക്ഷികളുടെ എതിർപക്ഷത്ത് നിന്ന ഈ ഒരു വലിയ സമൂഹം ചില സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. സ്വർഗത്തിലെ ദൈവത്തിന് മഹത്വം കൊടുത്തു. പക്ഷേ കാരണം എന്താ? അവിടെ എഴുതിയിട്ടുണ്ട്, 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ശേഷിച്ചവർ ഭയപരവശരായി ദൈവത്തിന് മഹത്വം. എന്തോ 13 വായിക്കണോ? ഇല്ല, നമ്മൾ വായിച്ചായിരുന്നു. ശേഷിച്ചവർ ഭയപരവശരായി സ്വർഗത്തിലെ ദൈവത്തിന് മഹത്വം കൊടുത്തു. നമുക്കറിയാം, വെല്ലൂര് അല്ലെങ്കിൽ തമിഴ്നാട്ടിലൊരു ഇപ്പോൾ പ്രായാധിക്യത്തിലായിരിക്കുന്നു ബ്രദർ ആർ സ്റ്റാൻലി എന്ന് പറയുന്ന ഒരു ക്രൈസ്തവ എഴുത്തുകാരനും പ്രഭാഷകനും ഒക്കെ ആയിട്ടുണ്ട്. ഒരുപക്ഷെ മലയാളികളും പെന്തക്കോസ്തുകാരും അദ്ദേഹത്തെ അറിയാത്ത ഒരു ചുരുക്കമായിരിക്കും. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും പുസ്തകങ്ങളും ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നയാളാണ്. ആർ സ്റ്റാൻലി. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹം ഒരു എഞ്ചിനീയർ ആയിരുന്നു, വൈഫ് മെഡിക്കൽ ഡോക്ടർ. എന്നാൽ അദ്ദേഹം രക്ഷിക്കപ്പെടുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെക്കുറിച്ച് തന്നെ പറയുന്നത്, നൗ ഐ ആം എ കിങ്ഡം ബിൽഡർ. ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം വളരെ അധ്വാനിക്കുന്നു. വളരെ മിഷണറി മൈൻഡഡ് ആയിട്ടുള്ള ഒരു ദൈവദാസൻ. ബ്ലെസ്സിങ് എന്ന് പറയുന്ന ഒരു മാസികയുണ്ട്, അതിൻ്റെ എഡിറ്ററൊക്കെ ആയിട്ട് ഇപ്പോഴും എനിക്കൊന്ന് അദ്ദേഹം തന്നെയാണെന്ന്. ബ്ലെസ്സിങ് യൂത്ത് വിത്ത് എ മിഷൻ എന്ന സംഘടനയ്ക്ക് നേതൃത്വമൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന ഒരു ദൈവദാസൻ. അദ്ദേഹത്തിന് കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ഇപ്പോൾ പ്രായമായി, ഹാർട്ടിന് പ്രശ്നമൊക്കെ ഉണ്ട്, എന്നാൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ആരോഗ്യവാനായിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് ഹൃദ്രോഗം ഡോക്ടേഴ്സ് കണ്ടുപിടിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ, രോഗനിർണയം നടത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹം കർത്താവിനോടങ്ങ് നിലവിളിച്ചെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, സഹോദരങ്ങളെ തെറ്റിദ്ധരിക്കരുത്,
ഞാൻ പേടിച്ച് നിലവിളിച്ചതാ. ഭക്തി കൊണ്ടും ആശ്രയബോധം കൊണ്ടും ആയിരുന്നില്ല. I cried out to the Lord when I knew about my heart issue, cardiac problem. I cried out just out of fear and anxiety, not out of trust and faith. ഇവിടെയും അതാ സംഭവിച്ചത്. ഇവരും മാനസാന്തരപ്പെട്ടു എന്നല്ല, അവർ ഭയപരവശരായി ദൈവത്തിന് മഹത്വം കൊടുത്തു. ഭയപരവശരായി. സ്തോത്രം. ഇന്നുമുണ്ട് ഈ ഭയവും പരവേശവും ഒക്കെ. പക്ഷേ എന്തില്ല? മാനസാന്തരമില്ല. മറ്റുള്ളിടത്ത് നമ്മൾ മുമ്പേ വായിച്ച 9-ാം അധ്യായത്തിന്റെ 20-21 വാക്യങ്ങളിൽ മാനസാന്തരപ്പെട്ടില്ല, മാനസാന്തരപ്പെട്ടില്ല എന്ന് എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ഇവർ മാനസാന്തരപ്പെട്ടിരുന്നെങ്കിൽ മാനസാന്തരപ്പെട്ടു എന്ന് എഴുതാനാണ് സാധ്യത. പിന്നെയും പറയുന്നു, സാധ്യതയാണ്. ഇവിടെ നമുക്ക് അനുമാനമേ ഉള്ളൂ, ഉപദേശമല്ല. അപ്പൊ ഇന്നും നമ്മുടെ ഇടയിലുമുള്ള തെറ്റായ ധാരണയാണ് പ്രാർത്ഥിക്കുന്നത് കൊണ്ടും ആരാധിക്കുന്നത് കൊണ്ടും സുവിശേഷ വേലയ്ക്കും സുവിശേഷ വേലക്കാർക്കും പൈസ കൊടുക്കുന്നത് കൊണ്ടും ഒക്കെ അങ്ങ് സ്വർഗത്തിൽ പോയി പറ്റാമെന്ന്. നടക്കത്തില്ല. മാനസാന്തരത്തിന് പകരം വയ്ക്കാൻ വേറെ ഒന്നുമില്ല. Nothing can substitute repentance. For repentance, there is only repentance, nothing else. അതല്ലേ മാനസാന്തരത്തിന് തക്ക ഫലം കായ്ക്കാൻ പറയുന്നു. തീർച്ചയായിട്ടും. ഇനിയും ഒരു കൂട്ടരുണ്ട് മാനസാന്തരപ്പെട്ടു എന്ന് പറയും, പക്ഷെങ്കിൽ പറഞ്ഞിട്ടേ ഉള്ളൂ, ജീവിതത്തിലില്ല. അവിടെയാണ് യോഹന്നാൻ പറഞ്ഞത് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. നിനവയിലെ ജനങ്ങളെക്കുറിച്ച് യോനായുടെ കാലത്ത്, യോനയുടെ പുസ്തകം അവസാന അധ്യായങ്ങൾ എഴുതിയിരിക്കുന്നത്, അവർ മാനസാന്തരപ്പെട്ടു എന്ന് ബാക്കി പറയാമോ? ദൈവം അറിഞ്ഞപ്പോൾ അനുതപിച്ചു, ഒരു 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 പദം അവിടെ ദുർമാർഗം വിട്ടുതിരിഞ്ഞു. സ്തോത്രം. അവരുടെ പ്രവർത്തികളാൽ. അവരുടെ പ്രവർത്തികളാൽ അവർ മാനസാന്തരപ്പെട്ടു, അല്ലെ ദുർമാർഗങ്ങൾ വിട്ടുതിരിഞ്ഞു എന്ന് ദൈവത്തിന് അല്ലാതെ തന്നെ അറിയാൻ പറ്റും. പക്ഷേ ദൈവവും അവിടെ തെളിവ് പറഞ്ഞിരിക്കുന്നത് അവരുടെ പ്രവർത്തികളാൽ തെളിവായി എന്ന്. അതുകൊണ്ട് തീർച്ചയായും മാനസാന്തരപ്പെട്ടെങ്കിൽ അത് പ്രവർത്തികളിലൂടെ വെളിപ്പെടുക തന്നെ വേണം. ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത് കൊണ്ട് മാത്രം കാര്യമാകുന്നില്ല. ഒരു ഇല്ലിസ്ട്രേഷൻ, ഒരു പറച്ചിൽ ഉള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഞാൻ മാനസാന്തരപ്പെടുന്നതിന് മുമ്പ് ദൈവമക്കളെയും ദൈവദാസന്മാരെയും ഉപദ്രവിക്കുമായിരുന്നു, തല്ലുമായിരുന്നു. ഇപ്പം അത് ചെയ്യത്തില്ല. ഇപ്പം പിന്നെ ചെയ്യുന്നത് ദൈവദാസന്മാരെ ഉപദ്രവിക്കുന്നവരെ ഉപദ്രവിക്കും. മാറ്റം ഉണ്ടായി, പക്ഷേ മാനസാന്തരത്തിന് യോഗ്യമായ മാറ്റം അല്ലെങ്കിൽ ഫലം അല്ല ഇത്. മറ്റെന്തെങ്കിലും ഇതുവരെയുള്ളതിൽ?
ഈ സംഭവങ്ങൾ നിമിത്തം അവിടെ ഉണ്ടായ 3 കാര്യങ്ങളെക്കുറിച്ച് എടുത്തു പറഞ്ഞിരിക്കുന്നു. നമുക്കതിൻ്റെ ഒത്തിരി വിശദീകരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. എങ്കിൽ കൂടെ നാം അവിടെ കാണുന്നത് ഈ നിലയിൽ ഇവരുടെ ശുശ്രൂഷയും ഇവരുടെ മരണവും ഇവരുടെ അടക്കവും ഒക്കെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ നാം അവിടെ കാണുന്ന 3 പ്രധാനപ്പെട്ട സംഗതികളുണ്ട്. പ്രത്യേകിച്ച് ഇംഗ്ലീഷിൽ ഗ്രേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പറഞ്ഞിരിക്കുന്നതാണ്. മലയാളത്തിൽ മഹാ എന്ന ഒരു പ്രയോഗം നാം കാണുന്നില്ല. പക്ഷേ അതിലൊന്നാണ് ഇപ്പൊ നമ്മൾ 13-ാമത്തെ വാക്യത്തിൽ വായിച്ചത്. 13-ന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നു വലിയൊരു ഭൂകമ്പം ഉണ്ടായി. എ ഗ്രേറ്റ് എർത്ത്ക്വേക്ക്. ഭയപരവശരായി. എ ഗ്രേറ്റ് ഫിയർ. നാം 11-ാമത്തെ വാക്യത്തിലും അത് കാണുന്നുണ്ട്. 10ഉം 11ഉം കൂടെ വായിച്ചോളൂ. ഈ പ്രവാചകന്മാർ ഇരുവരും ഭൂമിയിൽ വസിക്കുന്നവരെ ദണ്ഡിപ്പിച്ചതുകൊണ്ട് ഭൂവാസികൾ അവർ നിമിത്തം സന്തോഷിച്ച് ആനന്ദിക്കുകയും അന്യോന്യം സമ്മാനം കൊടുത്തയക്കുകയും ചെയ്യും. 3.5 ദിവസം കഴിഞ്ഞ ശേഷം ദൈവത്തിൽ നിന്ന് ജീവശ്വാസം അവരിൽ വന്ന് അവർ കാൽ ഊന്നി നിന്നു. അവരെ കണ്ടവർ ഭയപരവശരായി തീർന്നു. സ്തോത്രം. അവർക്ക് സന്തോഷവും ആനന്ദവും ഉണ്ടായി. വലിയ ഭയപരവശരായിട്ട് അവർ മാറി. അതുപോലെ വലിയൊരു ഭൂകമ്പവും അവിടെ ഉണ്ടായി. അപ്പം ഇവിടെ സംഭവിക്കുന്ന 3 വലിയ സംഭവങ്ങൾ, അല്ലെങ്കിൽ വലുതെന്ന് എടുത്തു പറഞ്ഞിരിക്കുന്ന സംഗതികൾ. ഒടുവിൽ ഇന്നലെ നമ്മൾ കണ്ടത് യെരുശലേമിനെ വിളിച്ചിരിക്കുന്ന പേരാണ്. സോദോമെന്നും വലിയ നഗരമെന്നും മിസ്രയീമെന്നുമൊക്കെ. ആത്മീയമായ ഭാഷയാണ് ഇത്. അന്നത്തെ യെരുശലേമിനെ കുറിക്കുന്നതാകുമ്പോൾ തന്നെ ഇന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ദൈവം തൻ്റെ നിവാസമായിരിക്കുവാൻ തിരഞ്ഞെടുക്കുകയും പണിതു വരികയും ചെയ്യുന്ന സഭ ഈ വിധത്തിൽ അധപ്പതിച്ചിട്ടുണ്ടോ എന്ന ഒരു വിലയിരുത്തലാണ്. സോദോമും മിസ്രയീമും ബാബിലോണും ഇന്നത്തെ സഭയ്ക്കകത്തെങ്ങാനും കടന്നു കൂടിയിട്ടുണ്ടോ? സഭ മുഴുവൻ അതല്ലേ? ഏറെ പരിതാപകരമായ അവസ്ഥയാണിത്. നമ്മൾ ഇപ്പോൾ ഇത് മഹാപീഡന കാലത്തെ യെരുശലേമിന്റെ അവസ്ഥ എന്ന് പറഞ്ഞ് പഠിക്കുന്നു. അതാണ് ഇവിടുത്തെ അർത്ഥമാക്കുന്നത്. അത് നമ്മൾ കണ്ടു. പക്ഷെ അത് കണ്ട അത് അന്നിങ്ങനെ സംഭവിക്കാൻ പോകുന്നെന്ന് പറഞ്ഞു വിടുന്നതിനേക്കാൾ ഇന്ന് നമ്മളായിരിക്കുന്ന ക്രൈസ്തവ സഭയുടെയും അവസ്ഥ ഏതാണ്ട് യെരുശലേമിന്റെ അവസ്ഥ തന്നെ അല്ലേ? സ്തോത്രം. നമ്മൾ കുറച്ചു നാൾ മുമ്പ് യെഹെസ്കേൽ 9-ാമത്തെ അധ്യായം പഠിച്ചിരുന്നു. അവിടെ നമ്മൾ ഈ വെളിപ്പാട് 7-ാം അധ്യായം പഠിച്ചപ്പോഴും അവിടേക്ക് നമ്മളൊന്ന് പോയി.
അവിടെ നമ്മൾ കാണുന്നത് അവിടെ 6 പുരുഷന്മാരെ വെൺമഴു ആക്സുമായിട്ട് വിടുന്നു. എന്നിട്ട് മറ്റൊരാളിനെ മഷിക്കുപ്പിയുമായിട്ട് വിട്ടു. ആ മഷിക്കുപ്പിയുമായിട്ട് പോയ ആളിനോട് എന്താ കർത്താവ് പറഞ്ഞത്? അല്ലെങ്കിൽ വെട്ടാൻ നിന്നവരോട് പറഞ്ഞത്, യെരുശലേമിൽ നടക്കുന്ന സകല മ്ലേച്ഛതകളും നിമിത്തം, സ്തോത്രം, നെടുവീർപ്പിട്ട് കരയുന്ന എൻ്റെ വൃതന്മാരുടെ നെറ്റിയിൽ ഒരു അടയാളം ഇടുക. അവിടുത്തെ ആ ഒരു പ്രയോഗമാണ് എന്നെ വളരെ ചിന്തിപ്പിക്കുന്നത്. വിശുദ്ധ നഗരത്തിൽ നടക്കുന്ന നഗരം, അവിടെ പറയുന്ന നഗരം യെരുശലേം, സ്തോത്രം. യെരുശലേം എന്ന വിശുദ്ധ നഗരത്തിൽ നടക്കുന്ന മ്ലേച്ഛതകൾ. അപ്പോൾ യെരുശലേമിൽ എന്ത് നടക്കുന്നു? നഗരത്തിന്റെ പേര് വിശുദ്ധ നഗരം എന്നാണെങ്കിലും അവിടെ നടക്കുന്നത് മ്ലേച്ഛതകളാണ്. വളരെ പരിതാപകരമായ ഒരവസ്ഥയാണത്. സ്തോത്രം. ഇതുപോലെ ഇപ്പോൾ നാം വെളിപ്പാട് 11 കാണുന്നു. ആത്മീയമായി സൊദോമെന്നും മിസ്രയീമെന്നും പേരുള്ള അവരുടെ കർത്താവ് മരിച്ച നഗരം, ആ മഹാനഗരത്തിൽ, ആ മഹാനഗരം എന്നുള്ളത് ബാബിലോണിനെ കുറിക്കുന്ന പ്രയോഗമാണെന്ന് കണ്ടു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സൊദോം 2 മിസ്രയീം 3 ബാബിലോൺ. ആർക്ക് കൊടുത്തിരിക്കുന്ന പേരാ? ദൈവം ലോകത്തിൽ ഭൂമിയിൽ വെച്ച് പാർക്കുവാൻ, സാന്നിധ്യം നൽകുവാൻ തിരഞ്ഞെടുത്ത ഏക പട്ടണമായ അല്ലെ നഗരമായ യെരുശലേമിന്, വിശുദ്ധ നഗരം. ഇന്നും വിശുദ്ധ നഗരമെന്നും പറഞ്ഞ് എല്ലാ മനുഷ്യരും പോകുന്നുണ്ടെങ്കിലും യഹൂദന്റെയും മുസ്ലിമിന്റെയും ക്രിസ്ത്യാനിയുടെയും തീർത്ഥസ്ഥലമായ യെരുശലേം. പക്ഷേ അതിനെ ആത്മീയമായി വിളിക്കുന്ന പേര് കേട്ടോ, ആത്മീയ സൊദോം, ആത്മീയ മിസ്രയീം, ആത്മീയ ബാബിലോൺ. അർത്ഥം നമ്മൾ ഇന്നലെ കണ്ടതാ. സകല മ്ലേച്ഛതകളും, പ്രകൃതി വിരുദ്ധമായ ലോകജാതികൾ പോലും ചെയ്യുവാൻ അറയ്ക്കുന്ന പലതും, ലോകമയത്വങ്ങളും അന്യാരാധനയുടെ അനുഭവങ്ങളും എല്ലാം സഭയിൽ കൊടികുത്തി വാഴുന്നു. അതിനിടയിൽ ഞാനും നിങ്ങളും യെഹെസ്കേലിൽ നമ്മൾ കാണുന്ന വൃതന്മാരായി മാറണം. എന്ന് വെച്ചാൽ ഇന്ന് സഭാമണ്ഡലത്തിൽ നടക്കുന്ന ദൈവമക്കൾ എന്ന് പറയുന്നവരുടെ ഇടയിൽ നടക്കുന്ന പല സോദോമ്യ, മിസ്രയീമ്യ, ബാബിലോണ്യ പാപങ്ങൾ നിമിത്തം പ്രതികരിക്കുവാൻ കഴിയാത്തവരായി, കരയാൻ മാത്രം കഴിയുന്നവരായി മാറിയ ഒരു ചെറിയ വിശുദ്ധന്മാരുടെ സംഘമുണ്ട്. നമ്മൾ ആ കൂട്ടത്തിൽ പെടണം. ഭൂരിപക്ഷത്തിന്റെ കൂടെ നിൽക്കരുത്. ഭൂരിപക്ഷമല്ല നമുക്ക് വിഷയം. സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നവർ ഭൂരിപക്ഷമാണെങ്കിൽ അവിടെ നിന്നോ. ഞാൻ ന്യൂനപക്ഷത്തെ നിൽക്കുമെന്നൊന്നും ആരും കരുതണ്ട. സ്തോത്രം. But the remnant will be a minority. This is a spiritual condition. That's why here Christ telling John, this city of Jerusalem where the Lord of these prophets was killed, and that particular city where the Lord was killed is now spiritually named after Sodom, Egypt, and Babylon. When we see all these three, Sodomism, Egyptianism,
and Babylonism within the church. Sometimes we may be in a position not to respond. Only we can cry. But after a while, we may become weak even to cry. Then we can only sigh. Do that even if you are all alone. സഭയിലെ സോദോമ്യ മിസ്രൈമ്യ ബാബിലോണ്യ അവസ്ഥകളെ കുറിച്ച് കണ്ട് ഒരുപക്ഷെ ആദ്യകാലങ്ങളിൽ നാം പ്രതികരിച്ചിരുന്നിരിക്കാം. എന്നാൽ ഇപ്പോൾ പ്രതികരിക്കുവാൻ കഴിയാത്ത, പ്രതികരിച്ചാൽ പ്രയോജനമില്ലാത്ത ഒരവസ്ഥയിലാകാം. അങ്ങനെയായാൽ പിന്നെ എന്തിനു മാത്രമേ കഴിയത്തുള്ളൂ? കരയാൻ. എത്ര നേരം കരയും? കുറെ നേരം കരഞ്ഞാൽ പിന്നെ കരയാനും വയ്യാതെയാകും, കണ്ണീര് വറ്റും. നമുക്ക് അനുഭവിക്കുന്നതാണല്ലോ, അനുഭവിച്ചിട്ടുമുണ്ട്. നമ്മുടെ അടുത്ത ബന്ധുക്കൾ, പ്രിയപ്പെട്ടവർ, എൻ്റെ മാതാപിതാക്കളും എൻ്റെ സഹോദരങ്ങളും ഉൾപ്പെടെ ഉള്ളവർ മരിച്ചിട്ടുണ്ട്. കേൾക്കുന്ന മാത്രയിൽ കരച്ചിൽ വരും, കണ്ണീര് വരും. പിന്നെ കണ്ണുനീര് വരത്തില്ല, കണ്ണുനീര് വറ്റിപ്പോകും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇരുന്ന് ഒരു ദീർഘശ്വാസം, ഏങ്ങലടിക്കുന്നത് പോലെ ഇടയ്ക്കിടയ്ക്കൊരു ശ്വാസമെടുക്കൽ. അതിൻ്റെ പേരാണ് നെടുവീർപ്പിട്ട് കരയുക. നെടുവീർപ്പിട്ട് കരയാനല്ലാതെ മറ്റൊന്നിനും കഴിയാത്ത ഒരവസ്ഥയിലേക്ക് നാം ആയാലും നെടുവീർപ്പിട്ട് കരഞ്ഞുകൊള്ളുക. നമ്മുടെ ആ നെടുവീർപ്പുകൾക്ക് ലിപി, സ്ക്രിപ്റ്റ് കൊടുത്ത്, അതിനൊരു ലാംഗ്വേജ്, ഒരു ഭാഷ കൊടുത്ത്, അതിനൊരു സ്ട്രക്ചർ, ഒരു നല്ല വാചക ഘടന കൊടുത്ത് അവയെ പ്രാർത്ഥനകളായി പിതൃസന്നിധിയിൽ എത്തിക്കുന്ന ഒരു പരിശുദ്ധാത്മാവ് നമുക്ക് തുണ നിൽക്കുന്നുണ്ട്. സ്തോത്രം. ഏതൊരു വിഷയത്തിലായാലും അത് ചിലപ്പോൾ നമ്മുടെ തന്നെ സ്വന്തം ജീവിതത്തിലെ പാപങ്ങൾ നിമിത്തമാകാം. കരഞ്ഞോ, നെടുവീർപ്പിട്ടോ, നമ്മുടെ കുടുംബത്തിലെ ആരുടെയെങ്കിലും ഇങ്ങനെയുള്ള അധപ്പതിച്ച ജീവിതം നിമിത്തമാകാം. നമുക്ക് പ്രതികരിക്കാൻ വയ്യാത്ത സ്ഥിതിയായിരിക്കാം. നമുക്ക് പറയാൻ വയ്യ, ഉപദേശിക്കാൻ വയ്യ, ശാസിക്കാൻ വയ്യാത്ത സ്ഥിതിയായിരിക്കാം. എന്തുമാത്രമേ കഴിയൂ? കരയാനും നെടുവീർപ്പിടാനും. നമ്മുടെ ചുറ്റുപാടുകളിലാകാം. സ്തോത്രം. നാശത്തിലേക്ക് നിപതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെ നാം കാണുന്നത്. നമുക്കൊന്നും പ്രതികരിക്കാൻ വയ്യ. സ്തോത്രം. ഒന്നും വയ്യാത്ത അവസ്ഥയിലായാലും എന്ത് ചെയ്യാതിരിക്കരുത്? കരയാതെയും നെടുവീർപ്പിടാതെയും ഇരിക്കരുത്. അവരെ ഓർത്തോ, അവരെ നോക്കിയോ, അവരെ കണ്ടോ നാം നെടുവീർപ്പിടുക. സ്തോത്രം. By seeing them, by looking into them, by reading about them, by watching their videos, seeing their photos, or at least by meditating on those people, thinking on them, we can make this sigh and cry. Stotram. If we make this sigh and cry, they will not go in vain. God notes them down, considers them very seriously. നമ്മുടെ ആ നെടുവീർപ്പുകൾ വെറും ഈ അന്തരീക്ഷത്തിൽ ലയിച്ചു ചേർന്ന് വായുമണ്ഡലത്തിൽ നഷ്ടപ്പെട്ടു പോവുകയില്ല. സ്തോത്രം. ദൈവം അവയുടെയും കണക്കെടുത്തു വെക്കും. നമ്മൾ 8-ാം അധ്യായത്തിൽ കണ്ടിരുന്നല്ലോ, വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം. സ്തോത്രം. അതെ, നമ്മുടെ പ്രാർത്ഥനകൾ
വെറും അലയൊലികളായി അന്തരീക്ഷത്തിൽ ലയിച്ച് ഈ വായുമണ്ഡലത്തിൽ അലിഞ്ഞു ചേരില്ല. അവയെല്ലാം ദൈവത്തിൻ്റെ പക്കൽ വ്യക്തതയാർന്ന റെക്കോർഡുകളായി, സ്തോത്രം, രേഖകളായി സൂക്ഷിക്കപ്പെടും. ആകയാൽ നമ്മുടെ ഹൃദയത്തെ ദൈവവചനപ്രകാരം ഉടച്ചു കളയുന്ന വിഷയങ്ങളിൽ നെടുവീർപ്പിട്ടോ കരഞ്ഞോ സഭയെ ഓർത്തും ഇതാവശ്യമാണ്. യെരുശലേമിനെ ആത്മീയ ഭാഷയിൽ സൊദോം, മിസ്രയീം, ബാബിലോൺ എന്ന് വിളിച്ച കർത്താവ് സഭയെയും ഇന്ന് അങ്ങനെയൊക്കെ തന്നെയാണ് വിളിക്കുന്നത്. ലോകത്തിൽ പോലും ഇല്ലാത്ത പലതും അശുദ്ധമായത് സഭയ്ക്കകത്ത് കടന്നുകൂടിയിട്ടുണ്ട്. സ്തോത്രം. അതുകൊണ്ട് ഈ ഭാഗങ്ങൾ നമ്മുടെയും പ്രായോഗികമായ ജീവിതത്തിന് വളരെ പ്രസക്തമായിട്ടുള്ള സംഗതികളാണ്. സ്തോത്രം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി കാണുമല്ലോ. എന്തെങ്കിലും വിശദീകരണം ഇതുവരെ ഉള്ളതിൽ? ഈ രണ്ട് സാക്ഷികൾ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അറിയിച്ചത് നിമിത്തം മറ്റുള്ളവരൊക്കെ അവർക്കെതിരായി. ഇന്നും ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അനുരഞ്ജനം കൂടാതെ അറിയിച്ചാൽ പലരും നമുക്കെതിരാവും. ഇറ്റ്സ് വെരി റെലവന്റ് ഈവൻ ടുഡേ. If we will be at God's side, especially when we convey the message unadulterated, without any compromise, people will simply hate us. Not because we are wrong, but simply because we are right. It is there. വേറെ ഒരു കാരണവും വേണ്ട മനുഷ്യർ നമ്മെ ദ്വേഷിക്കുവാൻ, ശത്രുക്കളെ സമ്പാദിക്കുവാൻ. എന്തുമാത്രം മതി? നാം ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുകയും മായമില്ലാത്ത വചനം അറിയിക്കുകയും അനുരഞ്ജനം ചെയ്യാതെ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അറിയിക്കുകയും ചെയ്താൽ മതി. ചിലപ്പോൾ നമ്മുടെ വീട്ടുകാർ പോലും നമുക്കെതിരായെന്ന് വന്നേക്കാം. വേറെ ഒരു കാരണവും വേണ്ട. ഇവിടെ ആ ഭക്തന്മാരുടെ മരണം ആഘോഷിച്ച ഒരു ലോകമാണ്. ഭക്തന്മാരുടെ മരണത്തെ ആഘോഷിക്കുന്ന ഒരു അഭക്ത ലോകം. സ്തോത്രം. അതുകൊണ്ടാണല്ലോ ജെറമ്യായുടെ നാവ് കൊണ്ട് കൊല്ലാം എന്ന് പറയുന്നുണ്ടല്ലോ. സ്തോത്രം. അതെ, ഒരു ഭക്തന്റെ മരണം രണ്ടിടത്ത് ആഘോഷമാണ്. സ്വർഗത്തിലും ആഘോഷമാണ്, ഭൂമിയിൽ മനുഷ്യർക്കും. സാത്താൻ അത് ആഘോഷമല്ല, അവനത് വലിയ പ്രയാസമാണ്. പക്ഷെ അവൻ്റെ കക്ഷത്തിലിരിക്കുന്ന മനുഷ്യർക്ക് അത് മനസ്സിലാകത്തില്ല. അവർ സന്തോഷിക്കും, ഇവൻ ചത്തുപോയല്ലോ, ഇവൻ പോയല്ലോ, ഇനിയിപ്പോൾ ഇവൻ്റെ ഒന്നും കേൾക്കണ്ട. ഇപ്പൊ സ്വർഗത്തിലും സന്തോഷമാണ് ഒരു ഭക്തന്റെ മരണം. അതുപോലെ തന്നെ മനുഷ്യർ അവരുടെ ഇടയിലും. സ്തോത്രം.
ഞാനൊരിടത്ത് വായിച്ച ഒരു മിസ്ക്വാട്ട്, ഒരു തെറ്റായ ഉദ്ധരണി നാം ഇവിടെ കാണുന്നുണ്ട്. ഈ ഭക്തന്മാരുടെ മരണ സമയത്ത് ജീവിച്ചിരിക്കുന്ന മനുഷ്യർ എന്ത് ചെയ്യുമെന്നാ? സമ്മാനങ്ങൾ കൊടുത്തയക്കുന്നു. അവരെ മുമ്പേ നമ്മൾ വായിച്ചു, അവര് സന്തോഷിച്ച് ആനന്ദിക്കുകയും അന്യോന്യം സമ്മാനം കൊടുത്തയക്കുകയും ചെയ്യും. ഇംഗ്ലീഷിൽ എനിക്ക് അവിടെ കൊടുത്തിരിക്കുന്നത് they rejoice and they make merry എന്ന, അല്ലേ? Will celebrate by sending each other gifts. ഇപ്പൊ ചില വേർഷനിൽ മേക്ക് മെറി എന്നും കൂടെ ഉണ്ട്. Make merry and exchange presents. ഏത് വേർഷൻ അത്? ESV. ESV. ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ദുഃഖകരമായ തമാശയത് കേട്ടോ, നടന്ന സംഭവമാണ്. ആരോ ഒരു കൂട്ടർ ക്രിസ്മസിന്റെ സമയത്ത് ഈ വാക്യം കോട്ട് ചെയ്തു. വേറെ ഒന്നുമല്ല, അവിടെ മെറി എന്ന് കൊടുത്തിരിക്കുന്നത് കൊണ്ട് മെറി ക്രിസ്മസ് പറയാൻ വേണ്ടി ഇവര് മെറി ചെയ്തതുപോലെ നമുക്കും മെറി ചെയ്യാം. എ മിസ്ക്വാട്ട്. അപ്പോൾ ഇവരും മെറി, അവരെ സന്തോഷിച്ചു, സെലിബ്രേറ്റ് ചെയ്തു, അവര് ആഘോഷിച്ചു ഈ ഭക്തന്മാരുടെ മരണം. പക്ഷേ ആ ആഘോഷത്തിന്, ആ സന്തോഷത്തിന് ആയുസ് കുറവായിരുന്നു. 3.5 ദിവസം. യേശു മരിച്ചപ്പോഴും അതുപോലെ തന്നെ ആയിരുന്നല്ലോ. യഹൂദന്മാർ സന്തോഷിച്ചു, അവരും ഈ പറഞ്ഞതുപോലെ സമ്മാനമൊക്കെ കൊടുത്തു വിട്ട് കാണും. സാത്താനും സന്തോഷിച്ചു, റോമക്കാരും സന്തോഷിച്ചു, അവരൊക്കെ സന്തോഷിച്ചു. പക്ഷെ അവരുടെയൊക്കെ സന്തോഷത്തിന് 3 ദിവസത്തെ ആയുസ്സേ ഉണ്ടായിരുന്നുള്ളൂ. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അതുപോലെ ഇവർ 3.5 ദിവസം കഴിഞ്ഞപ്പോൾ ഉയർത്തെഴുന്നേറ്റു. ഇവരുടെ ഉയർത്തെഴുന്നേൽപ്പ്, അതിനു മുമ്പ് ഇവരുടെ മരണം ദൈവത്തിന് എന്തെങ്കിലും നഷ്ടം വരുത്തിയോ? ഇല്ല. അവർക്കോ? ഇല്ല. ഇന്നലെയും മിനിയാന്നൊക്കെ ഞാൻ പറഞ്ഞതുപോലെ ദൈവം നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷ തികച്ചിട്ടേ ഈ ഭൂമിയിൽ നിന്നും നാം മാറ്റപ്പെടും. അതിനിപ്പം ഒരു ക്രിസ്തു വിരോധി നമ്മെ കൊന്നാലും ദൈവത്തിനതൊരു നഷ്ടമല്ല, നമുക്കും അത് നഷ്ടമല്ല. നമ്മളെ കൊണ്ട് ചെയ്യിക്കാനുള്ളത് ദൈവം തികച്ചെടുത്തു, അത്രേ ഉള്ളൂ. പക്ഷെ അവരറിയുന്നില്ലല്ലോ ദൈവം അനുവദിച്ചിട്ടാണ് എതിർ ക്രിസ്തു അവരെ കൊന്നതെന്നൊന്നും അവരറിയണ്ട, അറിയുന്നില്ല. അവർക്കറിയാൻ പറ്റില്ല. അതെ, യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം പോലും അങ്ങനെയായിരുന്നുവെന്ന് യഹൂദന്മാർ അറിഞ്ഞില്ല. അതുകൊണ്ട് പത്രോസ് അപ്പോസ്തലൻ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 22, 23, 24 വാക്യങ്ങളിൽ പറഞ്ഞത് ദൈവത്തിന്റെ മുന്നറിവിനാലും സ്ഥിരനിർണയത്താലുമാണ്. ക്രൂശിൽ പോലും സംഭവിച്ചത് ദൈവത്തിന്റെ മുന്നറിവോടും സ്ഥിരനിർണയത്തോടും കൂടെയാണ്. തീർച്ചയായും സാത്താനോ സാത്താന്യ ലോകത്തിനോ അതറിയാൻ പറ്റില്ല. സാത്താന് കുറെയൊക്കെ അറിഞ്ഞാലും അവൻ അംഗീകരിക്കത്തില്ല അതൊന്നും. മനുഷ്യർക്കത് അറിഞ്ഞേകൂടാ. ഇവിടെയും അതാ സംഭവിച്ചത്. ഒരു ക്രിസ്തു ഭക്തനെ ഈ 2 സാക്ഷികളുടെ വിഷയത്തിലായാലും ഇന്ന് നമ്മുടെ ജീവിതത്തിലായാലും
ഒരു ക്രിസ്തു ഭക്തനെ ഒരാൾ കൊന്നാൽ പോലും അത് ദൈവരാജ്യത്തിന് നഷ്ടമല്ല, ദൈവവേലയ്ക്ക് അത് നഷ്ടമല്ല. സ്തോത്രം. സ്തേഫാനോസിന്റെ യൗവനത്തിലെ രക്തസാക്ഷിത്വം സ്തേഫാനോസിന് നഷ്ടമായോ? ഇല്ല. അവനെ എതിരേൽപ്പാൻ ദൈവദൂതന്മാരും അല്ല, യേശു ക്രിസ്തു തന്നെ എഴുന്നേറ്റ് നിൽക്കുന്നതാ കാണുന്നത്. സ്തോത്രം. ദൈവസഭയ്ക്ക് നഷ്ടമായോ? ഇല്ല. ഒരു സ്തേഫാനോസിനെ കൊന്നെങ്കിൽ സ്തേഫാനോസിനേക്കാൾ ശക്തനായ ഒരു ശൗലിനെ ദൈവം അവിടെ അപ്പോസ്തലനായിട്ട് എഴുന്നേൽപ്പിച്ചു. സ്തോത്രം. ഇന്നും ദൈവം അത് ചെയ്യുന്നു. അതുകൊണ്ട് ഒരു ഭക്തന്റെ രക്തസാക്ഷിത്വമോ മരണമോ നമ്മുടെ ദൃഷ്ടിയിൽ അകാല മരണമായിരിക്കും. സ്തോത്രം. അകാല മരണമായിരിക്കും. പക്ഷേ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അത് അകാല മരണമല്ല. പുതിയ നിയമത്തിൽ നമ്മൾ ആ പദം ഭക്തന്മാർക്ക് വേണ്ടി ഉപയോഗിച്ചുകൂടാ, അകാല മരണമെന്ന്. അൺടൈംലി ഡെത്ത്, നോ. സ്തോത്രം. അകാല മരണമല്ല. അത് നിമിത്തം ദൈവരാജ്യത്തിന് നഷ്ടമില്ല, ആ മരിക്കുന്ന രക്തസാക്ഷിയാകുന്ന വ്യക്തിക്ക് നഷ്ടമില്ല, ദൈവസഭയ്ക്ക് നഷ്ടമില്ല. സ്തോത്രം. സൂച എടുത്തെങ്കിൽ വായിച്ചു. ഗോതമ്പുമണി, യോഹന്നാൻ 12:24. ഗോതമ്പുമണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തു എങ്കിലോ വളരെ വിളവുണ്ടാകും. സ്തോത്രം. ഞാൻ പല സഭകളെയും കണ്ടിട്ടുണ്ട്, ഈ പിക്നിക്കിനും ഒക്കെ ആയിട്ട് പോകുന്ന സഭകൾ. വ്യക്തിപരമായി എനിക്കതിനോട് യോജിപ്പില്ല. പിന്നെ അത് ഏതെങ്കിലും തരത്തിൽ സഭയ്ക്ക് പ്രയോജനമാണെങ്കിൽ ഞാൻ വിലക്കുന്നില്ല. ചില സഭകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, പിക്നിക്ക് കഴിഞ്ഞിട്ട് വന്ന് പിറ്റേ ആഴ്ച സാക്ഷ്യം പറയുന്നത്, കർത്താവ് നമ്മളെ കഴിഞ്ഞ പിക്നിക്കിന് വലിയ അപകടത്തിൽ നിന്നും വിടുവിച്ചു. എന്തുവാ? ചിലപ്പം ആക്സിഡന്റ് ആയിരുന്നു, ഇല്ലേ ചിലപ്പോൾ ആരെങ്കിലും സ്വിമ്മിംഗ് പൂളിൽ എടുത്ത് ചാടിയപ്പം മുങ്ങാൻ പോയി, മരിക്കാതെ രക്ഷപ്പെട്ടു. ചിലർ വീണു, ഒടിവേ സംഭവിച്ചുള്ളൂ, വേറൊന്നും ജീവാപായം സംഭവിച്ചില്ല. എപ്പോഴാ? കർത്താവിന് വേണ്ടി പോയതാണോ? അല്ല. അതേസമയം ഒരിടത്ത് ഇതിനു പകരം സുവിശേഷം അറിയിക്കാൻ പോയ വഴിക്ക് കാലല്ല പോയത്, തലയാ പോയതെങ്കിലും എന്തൊരു അഭിമാനം. സ്തോത്രം. എവിടെങ്കിലും കറങ്ങാൻ പോയിട്ട് എന്തെങ്കിലും നഷ്ടവും കഷ്ടവും ഉണ്ടാകുന്നതിനേക്കാൾ എത്ര നല്ലതാ കർത്താവിൻ്റെ വേലയ്ക്കും കർത്താവിനും വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ട് ആ ഒരു പ്രയാസത്തിലകപ്പെടുന്നത്. സ്തോത്രം. സമയം നമ്മുടേത് കഴിഞ്ഞു, മറ്റവരെ കാത്തിരിക്കുകയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ നിർത്തിക്കോട്ടെ. നമുക്ക് സ്തോത്രം, ഒരു ഭക്തന്റെ മരണം ഒരിക്കലും ദൈവരാജ്യത്തിന് നഷ്ടമല്ല. അത് സാത്താന്യ ശക്തികൾക്കാണ് വീണ്ടും വലിയ ഭീകര വസ്തുതയായി മാറുന്നത്. ഇവിടെ ഈ ഭക്തന്മാർ ഉയർത്തെഴുന്നേറ്റു, കർത്താവ് അവരെ ഉയർപ്പിച്ചു. സ്തോത്രം. ഉയർപ്പ് മരണത്തിന്റെ മേലും സാത്താന്യ ശക്തികളുടെ മേലും വീണ്ടും
ദൈവവും ദൈവത്തിന്റെ ജനവും ആഘോഷിക്കുന്ന ആഘോഷമാണ്. സ്തോത്രം. അവർ ഉയർത്തെഴുന്നേറ്റു. അവരെ കർത്താവ് സ്വർഗത്തിലേക്ക് വിളിച്ചു. ഇന്ന് നാം കേട്ട തിരുവെഴുത്തുകളിൽ നമുക്ക് വേണ്ടത് സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ സാക്ഷികളായി, അനുരഞ്ജനം നടത്താത്ത ക്രിസ്ത്യാനികളായി, അൺകോംപ്രമൈസിങ് ക്രിസ്ത്യൻസായി നിലനിന്ന് കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുവാൻ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.